ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളപ്പം ഈ കേരളയിലാണ് വന്നിരിക്കുന്നത്. ഞങ്ങള് ദുബായിന് ബറോഡയിൽ പോയായിരുന്നു. അവിടെ ഭയങ്കര ബിസി ഷെഡ്യൂളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ആയിരുന്നു. അതുകൊണ്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇന്നലെയാണ് നമ്മൾ നാട്ടിൽ വന്നത്. അപ്പം ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്ത് ഇനിയും വൈകിട്ട് ഞാനും സുചാനും കൂടി തായ്ലാൻഡിൽ പോവാണ്. പിള്ളേരെ ഒന്നും കൊണ്ടുപോകുന്നില്ല. അപ്പം റെഡിയായി ഞങ്ങൾ ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ വീടൊക്കെ ഞാൻ പപ്പാക്ക് വെളിയിൽ നല്ല ചെടികളൊക്കെ ആയിട്ട് നല്ല മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ഗ്ലിംസ് ഞാൻ വേണമെങ്കിൽ ഇപ്പം കാണിച്ചു തരാം. വന്നു കഴിഞ്ഞിട്ട് ഡീറ്റെയിലിൽ കാണിച്ചു തരാം. അപ്പം ഞങ്ങൾ പോകുന്ന യാത്രയും പിന്നെ ചെന്ന് കഴിഞ്ഞിട്ട് തായ്ലൻഡിലെ ട്രിപ്പിൻ്റെ ഡീറ്റെയിൽസും എല്ലാം നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പം സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ഡേ ഇതാണ് ചെടികളൊക്കെ അപ്പം ഇങ്ങനെ നട്ടത് കണ്ട് മണി പ്ലാന്റ് ഒക്കെ മോടി വരെ കൊണ്ട്. വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ സൈഡിലൊരു സ്റ്റാൻഡ് ഒക്കെ വെച്ച്. ഈ സ്റ്റാൻഡ് എൻ്റെ വീട്ടിൽ ഇരിക്കുന്ന സ്റ്റാൻഡാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്ത് പപ്പ കൊണ്ടുവന്നതാണ്. സ്റ്റാൻഡിലും കുറേ ചെടിയുണ്ട്. അതുകൂടാതെ ഇവിടെ നിറച്ച് പപ്പ ചെടികൾ വെച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വന്നു കഴിഞ്ഞിട്ട് കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും പോകാൻ വേണ്ടി ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഫുള്ളായിട്ട് കാണത്തില്ല, കാണിക്കാം പിന്നെ. അപ്പോൾ ഞങ്ങളൊരു വണ്ടി നാട്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ വണ്ടി. വൈറ്റ് കളറുടെ ഹോണ്ട സിറ്റിയാണ് ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പോൾ ഇത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്. അപ്പം പപ്പ ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞപ്പം പപ്പയ്ക്ക് ഓടിക്കാൻ വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പോൾ ഗൈസ്, എന്തായാലും നമുക്ക് ഇറങ്ങാം. Come on. അങ്ങനെ ഞങ്ങൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി. അപ്പോൾ സമയം ഒരു 7:30 ആയിട്ടുണ്ട്. ഞങ്ങളുടെ ഫ്ലൈറ്റ് ഒരു 10:30-ക്കാണ്. നമ്മൾ കാർ ഇവിടുത്തെ പാർക്കിങ്ങിൽ തന്നെ എയർപോർട്ട് പാർക്കിങ്ങിലാണ് ഇട്ടത്. അപ്പം പെർ ഡേ 350 റുപ്പീസ് വെച്ചാണ് ചാർജസ്. അങ്ങനെ നമ്മുടെ ചെക്കിനൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ ലോഞ്ച് തപ്പി നടക്കുന്ന ഒരു നടത്തമാണ് ഇത്. ലോഞ്ചിൽ പോകുന്ന 8:30 ആയതേ ഉള്ളൂ. നമ്മുടെ ഫ്ലൈറ്റ് എത്ര മണിക്കാന്ന് വെച്ചാൽ 11:30. അപ്പൊ നമുക്ക് ലോഞ്ചിൽ പോകാം. അങ്ങനെ ഗൈസ്, നമ്മൾ ലോഞ്ചിലൊക്കെ കയറി നല്ല അടിപൊളി ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ വയർ നിറച്ചിട്ട് ഇതാ നമ്മൾ ഇപ്പോൾ ഫ്ലൈറ്റിൽ ബോർഡായിട്ടിരിക്കുവാണ്. അപ്പോൾ ബോർഡിങ്ങൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ ഡിഫറെൻറ്റ് സീറ്റായിരുന്നു. അപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് ഒരാളോട് പറഞ്ഞ് ഞങ്ങൾ അടുത്തടുത്ത സീറ്റിൽ ഇരുന്നു. അങ്ങനെ എല്ലാം സെറ്റാണ്. ഇനി നമുക്ക് അവിടെ ലാൻഡ് ചെയ്തിട്ട് കാണാം.
അപ്പോൾ ഗൈസ് നമ്മുടെ എമിഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. എമിഗ്രേഷൻ്റെ അവിടെ നമുക്ക് കുറച്ച് ടൈം എടുത്തു. എന്തായാലും അവിടുത്തെ എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പം അങ്ങനെ പുറത്തോട്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് സുചൻ്റെ പേര് എഴുതിയ ഒരു ബോർഡ് നമ്മൾ കണ്ടത്. പിന്നെ അവിടെ ട്രാവൽസിന് ഉള്ളൊരു സ്റ്റാഫ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം പുള്ളിയായിട്ട് നമ്മളൊന്ന് പരിചയപ്പെട്ടിട്ട് നമുക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് വണ്ടി പുറത്തുണ്ടായിരുന്നു. അപ്പം നമ്മളിവിടെ നിന്ന് വണ്ടി കയറിയിട്ട് നമുക്ക് ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിലോട്ടാണ് നേരിട്ട് പോകുന്നത്. അങ്ങനെ നമ്മൾ ഹോട്ടലിൽ എത്തിയിരിക്കുകയാണ്. ബാങ്കോക്കിലുള്ള സൈൻ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിലാണ് നമുക്ക് റൂം എടുത്തേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെക്ക് ഇൻ ചെയ്യും. ജസ്റ്റ് ഒന്ന് ഫ്രഷനപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് സ്റ്റേ ഒന്നുമില്ല ഇവിടെ. നമ്മൾ ജസ്റ്റ് ഒന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയിട്ട് ഇവിടെ നിന്ന് ഇറങ്ങും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പട്ടായയിലോട്ട് പോകും. ഞങ്ങളൊന്ന് ഫ്രഷായി. ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവുകയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യും. എന്നിട്ട് ഞങ്ങൾ ചത്തുചക് മാർക്കറ്റിൽ ഒരു ചെറിയ ഷോപ്പിങ്ങിന് വേണ്ടി പോവും. അവിടെ ഒരു 3-4 hours സ്പെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഡയറക്റ്റ് പട്ടായയിലോട്ട് പോവും. അവിടുത്തെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്യും. പിന്നെ ഇന്ന് പരിപാടിയൊന്നുമില്ല. പിന്നെ നാളെ ഉള്ളൂ പരിപാടി. അപ്പോൾ നമുക്ക് പോകാം. അറിയാവുന്നൊന്നുമില്ല. ബ്രെഡും പിന്നെ ഇതെന്തോ സ്വീറ്റാണ്. ഇതെന്തോ ബ്രെഡ് പുഡിംഗ്. പിന്നെ നമ്മുടെ കുറച്ച് ഫ്രൈഡ് റൈസ് ആണെന്ന് തോന്നുന്നു. എനിക്ക് കണ്ടിട്ട് ഫ്രൈഡ് റൈസ് ആയിട്ട് തോന്നുന്നു. പിന്നെ ഇത് ഗ്രിൽഡ് ഫിഷ് എന്നാണ് അവർ എഴുതിയേക്കുന്നത്. ബാക്കിയുള്ളത് പിന്നെ സോസേജ് ഒക്കെ ഉണ്ട്. പിന്നെ ഇപ്പുറത്ത് ലൈവ് ഓംലേറ്റ് ഉണ്ട്. പിന്നെ ഒന്നും എനിക്ക് അറിയാവുന്ന സാധനങ്ങളല്ല. അതൊന്നും ഞാൻ എടുക്കാൻ പോയിട്ടില്ല. അങ്ങനെ നമ്മളിപ്പോൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പം റൂമിൽ നിന്ന് ഇറങ്ങി ഇനി താഴെ പോയി ചെക്കൗട്ട് ചെയ്യണം. താഴെ നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്കപ്പ് ചെയ്ത് അതേ വണ്ടി ഡ്രൈവറായിട്ട് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതേ വണ്ടിയിലാണ് പോകുന്നത്. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം ചത്തുചക് മാർക്കറ്റിലാണ് പോകുന്നത്. ഒരു ചെറിയ ഷോപ്പിംഗ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതുവഴി പട്ടായയിലോട്ട് പോകുന്നതായിരിക്കും. താങ്ക് യു. അപ്പോൾ ഗൈസ് ദേ ഈ കാണുന്നതാണ് വണ്ടി. നമ്മൾ ഈ വണ്ടിയിലാണ് വന്നത്. ഈ വണ്ടി തന്നെയാണ് നമ്മൾ പോകുന്നതും.
ചത്തുചത്ത് മാർക്കറ്റിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിൻ്റെ എൻട്രൻസ്. പാർക്കിംഗ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുണ്ട്. അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് ഡ്രൈവർ അവിടെ വെയിറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ഒരു 4 hours ഉണ്ട് ഈ മാർക്കറ്റിൽ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരുപാട് വലിയ മാർക്കറ്റാണ്, ഇങ്ങനെ സാഗരം പോലെ കിടക്കുവാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് എൻട്രി ചെയ്യുന്നത്. അപ്പോൾ മാർക്കറ്റിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് കാണാം. ഇത്ര നടക്കും. ഓപ്പൺ മാർക്കറ്റാ. അങ്ങനെ കുറേ നടന്ന് ക്ഷീണിച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ മുക്കിന് മൂലയിലും ഫുഡ് മസാജ്, അങ്ങനെ മസാജിൻ്റെ കുറേ സെൻറ്ററുണ്ട്. ഫുഡ് മസാജ് തന്നെയല്ല, തായ് മസാജ്, അങ്ങനെ പല മസാജസ് ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ കാലൊക്കെ ഒന്ന് വേദന എടുത്തുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒരു ഫുഡ് മസാജ് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു ഫുഡ് മസാജ് ചെറിയ കടയിൽ കയറി. അപ്പം നല്ല റിലാക്സിങ് ആയിട്ടുള്ളൊരു ഫുഡ് മസാജ് ആയിരുന്നു. മസാജ് ചെയ്തതിന് ശേഷം നമുക്ക് കാലിനൊക്കെ ഒരു ബലം കിട്ടി നടക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഫുഡ് മസാജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നേരെ കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ കയറി. എന്ത് സാധനം അറിയത്തില്ല. ഇതെന്തിനാ വെച്ചാൽ ഇത് വെച്ചാൽ എനിക്ക് കഴിക്കാൻ അറിയത്തില്ല. കണ്ടിട്ടാ വായിച്ച എല്ലാം പച്ചക്കിട്ടേക്കോന്ന് തോന്നി. ഇത് മാംഗോ സാഗോ. എന്ത് പറയണം ഈശ്വര, ഇത് ഞാൻ എങ്ങനെ കഴിക്കും? അങ്ങനെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു പെട്ടിക്കകത്ത് ഞങ്ങളുടെ സാധനങ്ങളെല്ലാം, പെട്ടി അവിടെ നിന്ന് തന്നെയാണ് വാങ്ങിച്ചത്. പെട്ടിക്കകത്ത് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ഞങ്ങളിത് ഇപ്പോൾ വണ്ടി കയറാൻ പോവാണ്. ഇനി ഇവിടെ നേരെ പട്ടായയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ 4 മണിക്കൂറുണ്ട് പട്ടായ.
നമ്മൾ പട്ടായയിലുള്ള നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തിരുന്ന ഹോട്ടലിലെത്തി. ഹോളിഡേ ഇന്നിലാണ് നമ്മുടെ റൂം ബുക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ ഹോട്ടലിലോട്ട് ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ പോവുകയാണ്. എന്നിട്ട് റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത് നിങ്ങൾ കണ്ടു കാണും ടെർമിനൽ 21 പറഞ്ഞ ഒരു മോളുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ ഒന്ന് സർക്കിട്ട് അടിക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. കണ്ടപ്പം പെട്ടെന്ന് പ്ലാൻ ചെയ്തതാണ്. അപ്പോൾ നമുക്ക് റൂം കിട്ടിയത് 21st ഫ്ലോറിലാണ്. 21st ഫ്ലോറിൽ ബീച്ച് വ്യൂ ഒക്കെ ഉണ്ടെന്നാണ് കരുതുന്നത്. കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ബീച്ച് കണ്ടിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ പോകുന്നത്. എന്തായാലും നമുക്ക് റൂമിൽ പോയിട്ട് നോക്കാം നമുക്ക് ബീച്ച് വ്യൂ കാണാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റൂം. ആദ്യം വ്യൂ നോക്കാം. കറക്റ്റ് വ്യൂ, ബീച്ച് വ്യൂ ഉണ്ട് നമുക്ക്. ഇവിടെ നമുക്ക് വെളിയിൽ നിന്ന് ഇറങ്ങാം. അതാണ് നമ്മൾ പറഞ്ഞ മോള്, ടെർമിനൽ 21 കാണുന്നത്. ഇനി നമുക്ക് റൂം കാണാം. നമുക്ക് നല്ല ബെഡുണ്ട്. കിങ് സൈസ് ആണ്, ക്വീൻ സൈസ് ആണ്. ഇത് ക്വീൻ സൈസ് ബെഡാണ്. ഇവിടെ ഒരു സോഫയുണ്ട്. സോഫ ചെയറുണ്ട്. ഇവിടെ ചെറിയ കോഫി ടേബിൾ ഉണ്ട്. ഇതെന്തിനാണോ അറിയത്തില്ല, ചുമ്മാ. പക്ഷെ ഇതുണ്ട്. അയ്യോ, ഇതിനകത്തൊന്നും ഇല്ല. നിങ്ങക്ക് വേണമെങ്കിൽ വാങ്ങിച്ച് സാധനം വെക്കുക, ഇട്ട് കുടിക്കുക. എന്താ സാധനം? പിന്നെ ഇതൊരു വാർഡ്രോബാണ്. വാഷ്റൂമാണ്. വാഷ്റൂം റൂമിന്റെ പോലെ ഉണ്ട്. ഇവിടെ കിടക്കാൻ. പിന്നെ ഇവിടെ നമ്മുടെ ബാത്ത് ഏരിയ ആണ്. ഉള്ളൂ. നല്ലൊരു ചെറിയ റൂമാണ്. അപ്പൊ ഗൈസ്, യാത്രയൊക്കെ ഭയങ്കര ക്ഷീണമാണ്. ആക്ച്വലി നമ്മളിങ്ങനെ പെട്ടെന്ന് ട്രാവൽ ചെയ്യണം, ടൈമില്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇച്ചിരി ക്ഷീണമാണ്, പക്ഷെ രസമാണ്. ഞങ്ങൾ മാർക്കറ്റിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ചെയ്തു. ഫുള്ളായിട്ട് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല, പക്ഷേ കുറച്ചൊക്കെ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ബാഗ് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ ബാഗ് അവിടെ നിന്ന് തന്നെ വാങ്ങിച്ച. എന്നിട്ട് ഇതിന്റെ അകത്ത് ഫുൾ സാധനമുണ്ട്, നിറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ തന്നെ 20 kg ആയിട്ടുണ്ട്. ആകെ നമുക്ക് ലഗേജ് 20 kg തിരിച്ചു കൊണ്ടുപോകത്തുള്ളൂ. അപ്പം ഇത് ആയിട്ടുണ്ട്. ഇനി ഞങ്ങള് ബീച്ചിൽ പോകുന്നുണ്ട്. ബീച്ചിൽ നമ്മൾ ചുമ്മാ ഒന്ന് പോകുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ മോളിൽ പോകുന്നുണ്ട്. അപ്പം ഇന്നത്രേ ഉള്ളൂ. അപ്പൊ അതിൻ്റെയും കൂടി ഞാൻ വ്യൂസ് നിങ്ങളെ കാണിക്കാം. എന്നിട്ട് ബാക്കി പരിപാടി നമ്മൾ നാളെ ഉള്ളൂ. അപ്പൊ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഹായ് ഗൈസ്, ഞങ്ങള് ഒന്ന് റെസ്റ്റ് എടുത്തു. ഞങ്ങളിതേ പിന്നെയും ഇറങ്ങിയേക്കുവാണ്. നമ്മളിപ്പം ടെർമിനൽ 2 മോളിലാണ് പോകുന്നത്. സോറി ഗൈസ്, ടെർമിനൽ 21 മോളിലാണ് പോകുന്നത്. എന്നിട്ട് ഡിന്നർ കഴിച്ചിട്ട്
നമ്മൾ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് പോവാം. ഗൈസ്, പ്ലാനിലൊരു മാറ്റമുണ്ട്. ഞങ്ങൾ മോളിൽ പോകുന്നതിന് മുമ്പേ ഇവിടെ ഹോട്ടലിൻ്റെ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പം ഒരു ചെറിയ ഫുഡ് കോർട്ട് പോലെ ഒരു ഏരിയ ഉണ്ട്, സോഹോ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റ്. അപ്പോൾ ഞങ്ങൾ ഇതാണ് ഫുഡ് മാർക്കറ്റ്. ആ ഹോട്ടലിൻ്റെ തൊട്ട് വെളിയിലായിട്ട് മെയിൻ റോഡിൻ്റെ ഓപ്പോസിറ്റ്സ് തന്നെയാണ്. ഇവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് ഞങ്ങൾ മുകളിലോട്ട് കയറാൻ വെച്ചു. ഓർഡർ ചെയ്യുന്നത് fried chicken with garlic on rice. എനിക്ക് ഇതൊന്നും അറിയാൻ വയ്യാത്തോണ്ട് എനിക്കൂടെ ഏതെങ്കിലും मेरे को ये ഓർമ്മ. वाला आज जो खाया था ഓക്കെ, എന്താണ് സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ വിത്ത് basil basil on rice. ഓക്കെ, നന്നായിട്ട് ട്രൈ ചെയ്യാം. okay. എന്തിനുള്ളതാ? ഇത് spicy ഇത് ഒഴിക്കുന്ന എന്റെ മണ്ടയ്ക്കോ? थोड़ा सा डालो spicy. Nice. എന്തായാലും ഉച്ചക്ക് കഴിച്ചതിനെക്കാട്ടും നല്ലതാണ്. ഉച്ചക്ക് കഴിച്ചത് ഓ മൈ ഗോഡ് അട്ടർ ഫ്ലോപ്പ് ആയിരുന്നു. കഴിച്ചിട്ട് ഡെസേർട്ട് വാങ്ങിച്ചു. ഇതിന്റെ പേരെന്താ വെച്ചാൽ കോക്കനട്ട് ഐസ്ക്രീം വിത്ത് മാംഗോ. കോക്കനട്ട് ഐസ്ക്രീമും മാംഗോയുടെ സ്ലൈസസ് ക്യൂബ്സ് ആക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറെ പീനട്ട്സ് ആണ് തോന്നുന്നു ഇട്ടേക്കുന്നത്. ഞാൻ വാങ്ങിച്ചേക്കുന്നത് മാംഗോ ഷേക്കാണ്, മാംഗോ ജ്യൂസാണ്.
ഗൈസ് ഞങ്ങള് മോളൊക്കെ കറങ്ങി ചെറിയ ഒരു ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. കുറച്ച് സ്കിൻ കെയറുടെ അതെ സ്വിച്ചൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചു ഹോട്ടലിൽ ഇരുന്ന് കഴിക്കാൻ വേണ്ടി. ഇപ്പം ഞങ്ങൾ ഇറങ്ങുവാണ്, ഹോട്ടലിലോട്ട് തിരിച്ചു കയറുവാണ്. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ല്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ബൈ.